ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് എന്നെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്ത് കൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് ഒരു വേദഭാഗം വായിക്കാം. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദെമസ് എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്നു. അവനോട്, റബി, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോട് കൂടി ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. ഇവിടെ നിക്കോദെമസ് എന്ന വ്യക്തിയെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് നിക്കോദെമസ് ഒരു പരീശനായിരുന്നു. പരീശനൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടവൻ. യഹൂദന്മാരുടെ ഇടയ്ക്ക് തന്നെ പരീശന്മാർ ഉണ്ട്, നമ്മൾക്ക് കാണാം. അവരിൽ ഒരു പരീശനായിരുന്നു, ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടവനായിരുന്നു അവൻ നിക്കോദെമസ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. രണ്ടാമത് അത് യഹൂദന്മാരുടെ ഒരു പ്രമാണിയായിരുന്നു. സാധാരണക്കാരനല്ലായിരുന്നു. അവനൊരു യഹൂദന്മാരുടെ ഒരു പ്രമാണിയായിരുന്നു. മാത്രമല്ല അവൻ സന്നിധിൻ സഭയിലെ ഒരു അംഗവുമായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ മൂന്ന് ക്വാളിഫിക്കേഷനുള്ള നിക്കോദെമസിന് നാലാമതായിട്ട് നമുക്ക് മനസ്സിലാക്കുന്ന ദൈവത്തിൻ്റെ വചനം അറിയണമെന്ന് അവൻ ആഗ്രഹിച്ചു എന്നുള്ളതാണ്. കർത്താവായ യേശു ക്രിസ്തു ഗലീലയിലും മറ്റും യഹൂദദേശത്ത് പല സ്ഥലങ്ങളിൽ പോയി കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുകയും കർത്താവിൻ്റെ വചനം ശക്തിയോടുകൂടെ അറിയിക്കുകയും ചെയ്തു. അതിനു മുമ്പ് യോഹന്നാൻ സ്നാപകൻ വന്നു, കർത്താവിൻ്റെ വഴിയൊരുക്കുവാനായിട്ട് വന്നു. ഇതെല്ലാം നിക്കോദെമസ് അവനറിയാം യേശുവിൻ്റെ മകനാണ് യേശുവെന്നും അവൻ പ്രവാചകനായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുവാനുള്ള കഴിവ് നിക്കോദെമസിനുണ്ടായിരുന്നു. എന്നാൽ ഈ വ്യക്തിയെക്കുറിച്ച് കൂടുതൽ പഠിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ദൈവത്തിൻ്റെ വചനം അറിയുവാനായിട്ട് നിക്കോദെമസ് വന്നു എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവത്തിൻ്റെ വചനം അറിയണമെന്ന് നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വളരുവാനായിട്ട് സാധിക്കത്തുള്ളൂ. കാരണം നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാകുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ കാലിനൊരു പ്രകാശവും കാലിന് വഴി കാണിച്ചു തരാനായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകുവാനും വളരുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അതും പ്രകാശത്തോടു കൂടെ തെറ്റില്ലാതെ വഴി നടന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ സ്ഥാനത്ത് എത്തുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ വചനം അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അത് ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് പറയുന്ന സ്ഥാനങ്ങളിലെല്ലാം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആവർത്തന പുസ്തകത്തിലും പറയുന്നുണ്ട്, നമ്മൾ ദൈവത്തിൻ്റെ വചനം രാപ്പകൽ ധ്യാനിക്കണം എന്നുള്ളത് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പല സ്ഥലങ്ങളിലും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ വചനം നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്നുള്ളത് ഈ യഹൂദന്മാർക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. മാത്രമല്ല അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമുക്ക് അത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. വചനം എന്നുള്ളത്, ദൈവത്തിൻ്റെ വചനം എന്നുള്ളത് നാം അറിയണം. അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് നമ്മൾ തെറ്റിലേക്ക് പോകുവാനായിട്ട് ഇടയായിട്ട് തീരും എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അത് ആവർത്തന പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ ആവർത്തന പുസ്തകം 4 ഇസ്രായേലെ കേൾക്ക, നമ്മുടെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിൻ്റെ ഹൃദയത്തിൽ ഇരിക്കണം. നീ അവയെ നിൻ്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. അവയെ അടയാളമായി നിൻ്റെ കൈകളിൽ കെട്ടണം. അവ നിൻ്റെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കണം. ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചാണ് ഇത് പറയുന്നത്. ദൈവത്തിൻ്റെ വചനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് വാഗ്ദത്തം എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ 6 അധ്യായത്തിൻ്റെ 1 വാക്യം മുതൽ അത് നന്നായിട്ട് ഒന്നും കൂടെ കാണാം. നിങ്ങൾ കൈവശമാക്കുവാൻ കടന്നു ചെല്ലുന്ന ദേശം നിങ്ങൾ അനുസരിച്ച് നടക്കുകയും നിൻ്റെ ജീവകാലമൊക്കെയും നീയും നിൻ്റെ മകൻ്റെ മകനും ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന എൻ്റെ ദൈവമായ യഹോവയുടെ എല്ലാ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിപ്പാൻ തക്കോണം അവനെ ഭയപ്പെടേണ്ടതിനും നീ ദീർഘായുസ്സോടുകൊണ്ടിരിക്കേണ്ടതിനും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് ഉപദേശിച്ചു തരുവാൻ കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളും ചട്ടങ്ങളും വിധികളും ഇവയാകുന്നു. അപ്പോൾ അവിടെ പറയുകയാണ്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്കാണ് പോകുന്നത്. എന്നാൽ നിങ്ങൾ ഏറ്റവും വർദ്ധിക്കുകയും നിങ്ങൾക്ക് ദീർഘായുസ് ഉണ്ടാകേണ്ടതിന് വേണ്ടി ഈ വചനം കേട്ട് വളരെ ജാഗ്രതയോടെ അനുസരിച്ച് നടക്കണം എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. നിക്കോദെമസ് ഭയന്നു. അവൻ രാത്രിയിലാണ്
ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനായിട്ട് ചെല്ലുന്നത്. അവന് പകൽ പോകുവാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല. കാരണം അവൻ ജനത്തെ ഭയപ്പെട്ടു. അത് നിക്കോദെമസിനെ കുറിച്ച് പറയുമ്പോൾ അവനെക്കുറിച്ചൊരു വീക്ക്നെസ് ആയിട്ട് തന്നെ നമുക്ക് പറയാം. അഞ്ചാമതായിട്ട് നമ്മൾ ഓർക്കുമ്പോൾ മനുഷ്യരിലുള്ള ഭയമുള്ള, ദൈവത്തെക്കാൾ അധികമായിട്ട് മനുഷ്യനെ ഭയപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു നിക്കോമോദസ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ അവൻ ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കുവാൻ സാധിച്ചതോടുകൂടി അവൻ്റെ ഭയം അത് പുറത്തു പോയി എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ നിക്കോദെമോസിനോട് കർത്താവ് പറയുന്നത്, നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ എനിക്ക് ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല. അപ്പോൾ നിക്കോദെമോസ് കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, കർത്താവേ, അവൻ പ്രമാണിയാണ്, അവൻ വളരെ ജ്ഞാനമുള്ളൊരു വ്യക്തിയാണ്, സന്നിധി സഭയിലെ അംഗമാണ്. എന്നിരുന്നാലും അവൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ നമുക്ക് അഞ്ചാമതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത് അവൻ്റെ താഴ്മയെക്കുറിച്ചാണ്. അവൻ വലിയൊരു വ്യക്തിയാണ്, എന്നാൽ വലിയവനായ ദൈവത്തിൻ്റെ അടുക്കൽ വന്നപ്പോൾ അവൻ തന്നെത്താൻ താഴ്ത്തി എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവൻ ചോദിക്കുകയാണ്, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കഴിയുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവൻ ചോദിക്കുകയാണ്, മനുഷ്യൻ വൃത്തനായ ശേഷം ജനിക്കുന്ന എങ്ങനെ രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അവന് വളരെ അവൻ ദൈവത്തിൻ്റെ മുമ്പാകെ അങ്ങ് താഴ്ന്ന് അവൻ ഈ കർത്താവിൻ്റെ കാര്യം മനസ്സിലാക്കിയപ്പോൾ, ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനാണ് കർത്താവിൻ്റെ അടുക്കൽ വന്ന് കർത്താവിനെ കണ്ടപ്പോൾ, കർത്താവിൻ്റെ സാമീപ്യം അറിയിച്ചപ്പോൾ അവൻ തന്നെത്താൻ താഴ്ത്തുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അവൻ കർത്താവിനോട് സംശയം ചോദിക്കുകയാണ്, കർത്താവേ, അതെങ്ങനെ സംഭവിക്കും? കർത്താവ് അവനോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. അവിടെ പുതുതായി ജനിക്കണം എന്നുള്ള ആ വചനം നിക്കോദെമോസ് സ്വീകരിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആറാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അവൻ പുതുതായി ജനിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. എങ്ങനെയാണ് പുതുതായി ജനിക്കുന്നത്? നമ്മൾക്കറിയാം, ഈ ലോകത്തിൽ ജനിക്കുന്ന എല്ലാവരും സാത്താൻ്റെ മക്കളായിട്ടാണ് ജനിക്കുന്നത്. എന്നാൽ സാത്താൻ്റെ മക്കളായിട്ട് ജനിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ മക്കളായിട്ട് ജനിക്കണം. ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, ദൈവത്തെ കൈക്കൊണ്ട് ദൈവത്തിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു. അങ്ങനെ ഒരു ജനനം നിക്കോദെമോസിനുണ്ടായി എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പുതുതായി ജനിക്കുമ്പോൾ നമുക്കറിയാം, ഒരു ജനിക്കുന്ന വ്യക്തിക്ക് ഒരു സമയമുണ്ട്. എല്ലാ ദിവസവും ജനിക്കുവാനായിട്ട് സാധിക്കത്തില്ല. എല്ലാ ദിവസവും അമ്മയുടെ അവൻ ഓർത്തു അതെങ്ങനെ സാധിക്കുമെന്നുള്ള, എല്ലാ ദിവസവും അമ്മയുടെ വയറ്റിൽ കിടന്നിട്ട് വീണ്ടും ജനിക്കുവാനായിട്ട് സാധിക്കത്തില്ല. അതുപോലെ ആത്മീയമായിട്ട് എല്ലാ ദിവസവും രക്ഷിക്കപ്പെടുവാനും ദൈവത്തിൻ്റെ മകനായിട്ടും തീരുവാനായിട്ട് സാധിക്കത്തില്ല. അത് ഒരിക്കലായിട്ട് നടക്കുന്ന ക്രിയയാണ്. വിശ്വാസത്തോടുകൂടെ നമ്മുടെ മാനസാന്തരപ്പെട്ട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിച്ച് കഴിയുമ്പോൾ, കർത്താവേ, നീ എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി വന്നു, എൻ്റെ പാപങ്ങൾ മുഴുവനായിട്ട് ക്ഷമിച്ച് എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുവാൻ, എൻ്റെ നരകശിക്ഷ മാറ്റിക്കളവാൻ നീ സർവശക്തനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് കർത്താവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചിട്ട് നമ്മൾ വായ കൊണ്ട് ഏറ്റുപറയുമ്പോൾ നാം ദൈവത്തിൻ്റെ മക്കളായിട്ട് തീരും, നാം രക്ഷിക്കപ്പെടും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. ഈ നിക്കോദെമോസ് പരീശനായിരുന്നു. അവൻ സന്നിധി സഭയിലെ മെമ്പറായിരുന്നു. അവൻ ഒരു പ്രമാണിയായിരുന്നു. ഇതെല്ലാം അവൻ യഹൂദനായിരുന്നു. ഇത്ര ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നിട്ട് പോലും അവൻ വീണ്ടും ജനിക്കണമെന്ന് കർത്താവ് പറഞ്ഞു. കർത്താവിൻ്റെ മുമ്പാകെ അവൻ താണു. അവൻ വീണ്ടും ജനിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ വീണ്ടും ജനിച്ച ഒരു വ്യക്തി ആയതുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ ഭയം മാറിപ്പോയി എന്ന് കാണുവാനായിട്ട്. മാനുഷ്യഭയം ഒരു കെണിയാണെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഒരു കെണി എന്ന് പറഞ്ഞാൽ ഒരു കുടുക്കാണ്. നമ്മൾ എലികളെയൊക്കെ പിടിക്കുവാനായിട്ട് കെണി വയ്ക്കും, അതിൽ വീഴും, പിന്നെ അതിന് രക്ഷയില്ല. അതുപോലെ മാനുഷ്യഭയം ഒരു കെണിയാണ് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. എന്നാൽ നിക്കോദെമസിനെ കുറിച്ചുണ്ടായിരുന്നപ്പോൾ അവൻ മനുഷ്യരെ ഭയപ്പെട്ടു. എന്നാലും അവൻ അവൻ കർത്താവിൻ്റെ വചനം കേൾക്കണമെന്നുള്ള അത്യാഗ്രഹം കൊണ്ട് കർത്താവിൻ്റെ അടുക്കൽ വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാലും മാനുഷ്യഭയമായ കെണി അവൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയി എന്നുള്ളത് വരും ദിവസങ്ങളിൽ അവൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്തുകൊണ്ട് അവന് മാറിപ്പോയി? അവൻ മാനസാന്തരപ്പെട്ടവനായിട്ട് തീർന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിൽ ജനിച്ചത് ആത്മാവാകുന്നു. നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് ഞാൻ നിന്നോട് പറയില്ല, ആശ്ചര്യപ്പെടരുത് എന്ന് കർത്താവ് പറഞ്ഞ വചനം അവൻ മനസ്സിലാക്കി. അവൻ വീണ്ടും ജനിച്ചു. അവൻ ദൈവത്തിൻ്റെ മകനായിട്ട് തീർന്നു. അവൻ രക്ഷിക്കപ്പെട്ടു. അതുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ ഭയം മാറിപ്പോയി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നാം
നമ്മളുടെ ജീവിതത്തിൽ പ്രിയ സഹോദരിമാരെ ഈ വചനം പഠിക്കണം, വചനം നമ്മുടെ മനസ്സിലാക്കണം. വചനം അത് നമ്മുടെ ഭക്ഷണമാണ്, അത് പാലാണ്. വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ ദൈവം പറഞ്ഞിട്ടുണ്ട്. ആ വചനമില്ലാത്ത പാൽ കുടിക്കണം, അതിനുശേഷം വളരണം, കട്ടിയായിട്ടുള്ള ഭക്ഷണം കഴിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടെ വചനം പഠിക്കുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. മാത്രമല്ല, മാനുഷ്യ ഭയം ഒരു കെണിയാണെന്ന് മനസ്സിലാക്കി മനുഷ്യരെ ഭയപ്പെടാതെ ദൈവത്തെ ഭയപ്പെടുവാനായിട്ടും ദൈവം നമ്മെ സഹായിക്കട്ടെ. ആരെങ്കിലും രക്ഷിക്കപ്പെടാത്തവരായിട്ടുണ്ടെങ്കിൽ ഈ നിക്കോദെമോസ് എന്ന വ്യക്തിയോട് ദൈവം പറയണത് വീണ്ടും ജനിക്കണമെന്നാണ്. എങ്ങനെയെങ്കിൽ രക്ഷിക്കപ്പെടാത്ത ദൈവമക്കളായിട്ട് വീണ്ടും ജനിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ദൈവം എന്ന് പറയുന്നത്, അവർ നിക്കോദെമോസിനെ കുറിച്ച് അവൻ പള്ളി പ്രമാണിയായിരുന്നു, അവനൊരു യഹൂദനായിരുന്നു, അവൻ പരീശനായിരുന്നു, സന്യദ്ര സഭയിലെ അംഗമായിരുന്നു, അത്ര ഉയർന്നവനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു എന്ന് ആത്മീയമായിട്ടും ലൗകികമായിട്ടും ഒരു ഉയർന്ന വ്യക്തിയായിരുന്നു. എന്നാൽ അവൻ വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുകയില്ല എന്നാണ് കർത്താവ് അവനോട് പറഞ്ഞത്. അവൻ ആത്മാവിൽ ജനിച്ചു, അവൻ ജഡത്തിലാണ് ജനിച്ചത്, പിശാചിൻ്റെ മകനായിട്ട് ജനിച്ചു ഈ ലോകത്തിൽ. എന്നാൽ യേശു ക്രിസ്തുവിൽ കൂടെ അവൻ ദൈവത്തിൻ്റെ മകനായിട്ട് തീർന്നു. പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഇന്ന് ആരെങ്കിലും ഈ കർത്താവിൽ ജനിച്ചിട്ടില്ലെങ്കിൽ മാനസാന്തരപ്പെട്ട് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവിനോട്, കർത്താവെ ഞാൻ പാപിയാണ്, എൻ്റെ പാപങ്ങളെ രക്ഷിപ്പാനായിട്ട്, എന്നെ നരകശിക്ഷയിൽ നിന്ന് വിടുവിപ്പാനായിട്ട് അങ്ങ് വന്നു, ഞാനത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അങ്ങ് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ഇന്ന് സ്വർഗത്തിൽ ജീവിക്കുന്നു, എൻ്റെ പാപങ്ങൾ ക്ഷമിച്ച് എന്നെ അങ്ങയുടെ മകളാക്കണം എന്ന് നമ്മൾ വിശ്വാസത്തോടുകൂടെ പറയുമ്പോൾ, നമ്മുടെ ഹൃദയത്തിൽ അത് വിശ്വസിച്ചുകൊണ്ട് പറയുമ്പോൾ നാം ദൈവത്തിൻ്റെ മക്കളായിട്ട് തീരും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അതുകൊണ്ട് വീണ്ടും ജനിക്കുന്ന അനുഭവം എല്ലാ ദിവസവും ജനിക്കുവാനായിട്ട് സാധിക്കത്തില്ല പ്രിയ സഹോദരിമാരെ, നമുക്ക് എല്ലാ ദിവസവും ജനിക്കുവാനായിട്ട് സാധിക്കില്ല. ജനനം ഒരിക്കലാണ് നടക്കുന്നത്, ദൈവമകനാകുന്നത് ഒരു പ്രാവശ്യമാണ്. എല്ലാ ദിവസവും ദൈവമകനാകാനായിട്ട് സാധിക്കത്തില്ല. പാപങ്ങളിൽ നിന്ന് ക്ഷമിക്കപ്പെട്ട് പൂർണ്ണമായിട്ടും ക്രിസ്തുവിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ജനിക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ വീണ്ടും ജനിക്കുവാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.